കുറച്ച് ബട്ടറും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ പനീർ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ മാറ്റി വെക്കുക. സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഇനി ജിഞ്ചറും ഗാർലിക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 2 തക്കാളിയും 1 സവാളയാണ് കേട്ടോ. ഇനി ജിഞ്ചറും ഗാർലിക്കൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് കാഷ്യൂനട്ട്. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ. സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ നമ്മളെ തക്കാളിയും സവാളയൊക്കെയുള്ള ഒരു അരപ്പാണ് കേട്ടോ ഇത്. അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പനീറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാതും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ തണ്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇത് നല്ല കുറുകി വന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി കേട്ടോ. ട്രൈ ചെയ്യാം.